പ്രവർത്തകരുടെ പ്രകടനമാണെന്ന് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചു. 5 വനിതാ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 വനിതാ പോലീസ് ഉണ്ടായിരുന്നിട്ട് അവരെ മുൻപിൽ നിർത്തി പുറകിൽ മുഴുവനും പുരുഷ പോലീസുകാരാണ്. അതിൽ നൗഫൽ എന്ന പോലീസുകാരൻ, ശക്തമായിട്ടുള്ള നടപടി നൗഫലിനെതിരെ എടുക്കണം. നൗഫൽ എന്ന പോലീസുകാരൻ വളരെ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിക്കാമോ ആ തരത്തിലൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ പരാതി കൊടുക്കുന്നൊരു ശക്തമായ നിയമ നടപടികൾ നൗഫലിനെതിരെ എടുക്കണം. അതോടൊപ്പം തന്നെ ഒരു രാജേഷ്, ഒരു പോലീസുകാരൻ രാജേഷ്. അപ്പൊ ഇവരൊക്കെ നിന്നിട്ട് വനിതാ പ്രവർത്തകരെ ശക്തമായിട്ട് കൗൺസിലർമാർ ഉൾപ്പെടെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. വനിതാ കൗൺസിലർമാരെയും വനിതാ പ്രവർത്തകരെയും ആക്രമിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഏത് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചീത്തയായ വെള്ളം, അണുബാധയേറ്റ വെള്ളം കൗൺസിലർമാർക്കെതിരെ പ്രയോഗിച്ചതെന്ന് മറുപടി പറയാൻ വേണ്ടി പോലീസ് തയ്യാറാകണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം. ഈ ഭ്രാന്തമായ ആവേശത്തോടെ ജനങ്ങളെ ആക്രമിക്കുന്ന 2-3 SI-മാരെയും CI-മാരെയും ഇറക്കി നാട്ടിലോട്ട് വിട്ടിട്ട് ഈ നാട്ടിലെ ക്രമസമാധാനം താർക്കാനാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാനും സാധിക്കും.